എനിക്കൊന്നും എൻ്റെ ടേണോ. ഇന്നത്തെ നാളെ നോക്കാം. കൊള്ളാം, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്, അത് നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. പ്രശ്നം അതല്ല, ഇതാര് ഡയറക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സി, ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ എം എ സെക്സിസ്റ്റ് ആൻഡ് ഓൾ. ഓക്കെ, ഒന്നാമത് തൻ്റെ ആദ്യത്തെ പടമാണ് ആൻഡ് ഇറ്റ്സ് നോട്ട് എ സ്മോൾ മൂവി, ഇറ്റ്സ് എ ബിഗ് വൺ. മാത്രമല്ല താനൊരു പെൺകുട്ടിയാണ്. യു വിൽ ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട്. സർ, ശരിയാണ്, എൻ്റെ ആദ്യത്തെ പടമാണ്. പക്ഷേ ഇതിനു മുമ്പ് 3 പടത്തിൽ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പടത്തിൽ അസോസിയേറ്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഷോർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ട്. ഇത്ര പോലെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെ വെച്ച് സാർ പടം ചെയ്തിട്ടുണ്ടല്ലോ. യെസ്, ശരിയാണ്, തനിക്കിത് ചെയ്യാനുള്ള കഴിവ് കാണുമായിരിക്കാം. ബട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു കൺവിൻസ് ദ എൻറ്റയർ ടീം. താനൊരു കാര്യം ചെയ്യും, ഈ സ്ക്രിപ്റ്റ് എനിക്ക് താ. നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറെ വെച്ച് ഇത് ചെയ്യിക്കാം. ആൻഡ് യു വിൽ ബി ദ സ്ക്രിപ്റ്റ് റൈറ്റർ. നമുക്കിത് നോക്കാടോ. നമുക്ക് എന്നിട്ട് നെക്സ്റ്റ് പടം താൻ ചെയ്തോ. താങ്ക് യു. അപ്പൊ ഒരിക്കൽ കൂടെ കൺഗ്രാറ്റ്സ്. അപ്പോഴേ നിന്റെ പ്രൊമോഷന്റെ എല്ലാം എപ്പോഴാ? താരാടാ, തന്നാ മതി. കണ്ടാ, കല്യാണം കഴിഞ്ഞ് 4 മാസമായിട്ടുള്ളൂ അവൻ വരെ കഴിവ് തെളിയിച്ച്. നീ നടന്നോ? എടാ, ഇതൊന്നും വലിയ ആനക്കാര്യമൊന്നും അല്ല. പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. എനിക്കിഷ്ടമല്ല ഈ കൊച്ചുങ്ങളുടെ അപ്പയും മൂത്രവും കോരാൻ. ഇനിയിപ്പോ അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞാൽ മതി. വന്ന് നിന്റെ അമ്മ എന്റെ മമ്മിയാണ് വിളിക്കണത്, പരാതി പറയാനായിട്ട്. പാവം. ഓ, നീ ഒന്ന് അതിങ്ങ അയച്ചേ. താങ്ക് യു. ചെയ്യടാ. ഡാർക്കാണല്ലോ മച്ചാനെ. ഒന്ന് പോയേ. എണീറ്റേ. നീ ഇപ്പൊ കുളിച്ചിട്ടോ? എനിക്ക് തലവേദന എടുക്കും. എഴുന്നേക്കുന്നേ, വാ. ഇപ്പൊ ശരിയാക്കി തരാം. വാ, വാ. എങ്ങോട്ടാ? അതൊക്കെയുണ്ട്. Cheers. എന്തായാലും ഈ ഹൈക്കൊരു ആശ്വാസമായി. അത് ശരി. ഞാൻ ഈ പെരുവഴിയായി നിൽക്കുമ്പം പ്രൊമോഷന്റെ കുറ്റബോധം മാറ്റാനാണല്ലോ ഈ കുപ്പി. നീ എന്താണ് ഒരു മാതിരി? ആർക്ക് കിട്ടിയാലെന്താ, നമ്മുടെ കാശല്ലേ. എന്നാൽ എനിക്ക് ഈ പീറോ ബീറൊന്നും പറ്റില്ല. നീ എന്നെ റാഡസിം ബ്ലൂവിൽ കൊണ്ടുപോകണം നിന്റെ ചെലവിന്. ഓക്കെ? നീയേ ഡയറക്റ്റ് ചെയ്താൽ മതി, അഭിനയിക്കണ്ട. എന്തോരം നാളാടാ ഞാൻ ഈ പടത്തിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ പാതി എക്സ്പീരിയൻസും കഴിവുള്ളവന്മാരൊക്കെ ഇതേ സെക്കൻഡ് പടം അനൗൺസ് ചെയ്തു. സിനിമയിലടി ശരിയാവുന്നേ.
റോബി ഫ്രീ ആണെങ്കിൽ അടുത്ത പടത്തിൽ അസോസിയേറ്റഡ് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പോയാലോന്ന് ആലോചിക്കാം. നമ്മളിനി അസ്റ്റ് ഇല്ലെന്ന് ഉറപ്പിച്ചല്ലേ. അതെ, മതി മതി മതി. ഇനി അടിച്ചിനി ഓവറാക്കണ്ട. കുറച്ചുകൂടെ. വാ 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 വാ, വാ. ഇതാണ് പറയണത്, വയററിഞ്ഞു കുടിക്കണം. മതി 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 മതി. ഇനി ഇവിടെ ഒന്ന് ഓവറാവും, ചളവാവും. വാ. വാ. ഹലോ. സാറാ, ദിസ് ഈസ് മീ, സന്ദീപ്, പ്രൊഡ്യൂസർ സന്ദീപ്. പറയൂ സർ. എന്ത് ഉറക്കമാടൂ, എത്ര തവണ വിളിച്ചു. സാർ ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. തൻ്റെ കഥ ഞാൻ നമ്മുടെ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു. അവനത് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഈ പടം ചെയ്യാടോ. സാർ ഞാൻ പറഞ്ഞില്ലേ, സ്ക്രിപ്റ്റ് ഞാൻ തരില്ല. താൻ ആ സ്ക്രിപ്റ്റ് തരുമൊന്നും വേണ്ട, ഇതൊന്ന് സംവിധാനം ചെയ്ത് തന്നാൽ മതി. അല്ല അപ്പൊ സാർ ഇന്നലെ പറഞ്ഞത്? ഇന്നലത്തെ കാര്യം ഇന്നലെ. നാളെ താൻ ഓഫീസിൽ വരികയാണെങ്കിൽ എഗ്രിമെന്റ് ഒപ്പുവെക്കാം. ഇപ്പോൾ 1-2 പ്രോജക്ട്സ് റോളിംഗ് ആണ്, അത് കഴിഞ്ഞ ഉടനെ ഷൂട്ടിംഗ്. സൈ ഒരു 6 months. താൻ തകൃതയായിട്ട് പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയോ? ശരി സർ, താങ്ക് യു താങ്ക് യു സർ. ഓക്കെ. മുട്ടയില്ലടോ. എനിക്ക് 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 എന്റെ പ്രൊഡ്യൂസർ സെറ്റായി. പ്രൊഡ്യൂസർ റെഡിയായി. പ്രൊഡ്യൂസർ എവിടെ? സിനിമ ഓണാൻ പോണു. പ്രൊഡ്യൂസർ റെഡിയായി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഒരു 1.5 ബിയർ അടിച്ചതിന് എന്തൊരു ഓവറാക്കലാടോ. സാധാരണ നൈറ്റ് തന്നെ വാള് വെച്ച് തീർക്കുന്നതാണല്ലോ. ഇതെന്താണാവോ സംഭവിച്ചത്? ഓ